ഓണത്തിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഗണപതി ഭഗവാന്റെ പിറന്നാളാണ് അത്തവും ചതുർത്ഥിയും കൂടി വരുന്നത്. ഗണങ്ങളുടെ നായകനാണ് ഗണപതി. ആ ഗണപതി ചതുർത്ഥി ദിവസങ്ങളിൽ വ്രതമൊക്കെ എടുത്ത് ഗണപതി ഭഗവാനെ തൃപ്തിപ്പെടുത്തുമ്പോൾ ആ ഗണപതി ഭഗവാൻ നമുക്കെല്ലാം വാരിക്കോരി തരുന്നതാണ് സങ്കല്പം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമാണ് ജന്മാഷ്ടമി. അതും ചിങ്ങമാസത്തിലാണ് വരുന്നത്. ചിങ്ങമാസത്തിൽ ഓണത്തിന് വസ്ത്രം സമർപ്പിക്കുകയും പാൽപ്പായസം കഴിപ്പിക്കുകയും നെയ്വിളക്ക് കത്തിക്കുകയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി ദർശനം നടത്തുകയൊക്കെ വളരെയധികം നല്ല കാര്യമാണ്. നമസ്കാരം. ഈ കൊല്ലം 1201 തിരുവോണം വരുന്നത് സെപ്റ്റംബർ 4 തീയതിയാണ്. ഓണം എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും വളരെയധികം ആഹ്ലാദവും ഉണ്ടാകുന്നൊരു കാലമാണ് ഓണക്കാലം. പഴയ കാരണവന്മാർ പറയും കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പറയും. തിരുവോണം എന്ന് പറയുമ്പോൾ മഹാബലി പണ്ട് നാടുവാണിരുന്ന കാലം കള്ളവുമില്ല, ചതിവില്ല, എള്ളോളമില്ല, പൊളിവചനം, അത്രത്തോളം സത്യസന്ധമായി വരുന്ന ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. കേരളമല്ല, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ആ ഓർമ്മയ്ക്കാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത്. തിരുവോണം മാത്രമല്ല, നമുക്കും വിളവെടുപ്പ് ഉണ്ടാവുന്നു. ആദ്യമായിട്ട് കൃഷി എടുക്കുന്നു. അങ്ങനെ എല്ലാം കൂടി കർക്കിടകം, പഞ്ഞക്കർക്കിടകം, അതായത് മിഥുനം തീർന്നാൽ വ്യസനം തീർന്നു, കർക്കിടകം തീർന്നാൽ ദുർഘടം തീർന്നു എന്നാണ് പഴയ ആൾക്കാർ പറയുന്നത്. പണ്ട് കൃഷിയും കാര്യങ്ങളും ഒക്കെയുള്ള കാലഘട്ടങ്ങളായിരുന്നു. അപ്പോൾ ആ സമയത്ത് നെല്ലുണക്കാനും മുഴുങ്ങാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് കൃഷി ചെയ്ത നെല്ല് ഉണക്കി പുഴുങ്ങി കുത്തിയാണ് അരി ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ആ കാലഘട്ടങ്ങളൊക്കെ മാറി. ഇപ്പൊക്കെ റെഡിമെയ്ഡാണ്. എന്ത് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന കാലമായി. എങ്കിലും ആ ഓർമ്മയ്ക്കാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. 10 ദിവസമാണ് ഓണാഘോഷം. അത്തം തുടങ്ങി തിരുവോണം, അവിട്ടം, ചതയം, പൊരുരുട്ടാതി, ഉത്രട്ടാതി, വള്ളംകളി വരെയാണ് സാധാരണ ഓണം ആഘോഷിക്കുന്നത്. അത്തപ്പത്ത് ഓണമാണ്. അത്തം 10ാം ദിവസം ഓണമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഓണം തീരുന്നില്ല. കാരണം അവിട്ടമുണ്ട്, ആവണി അവിട്ടമാണ്, പിന്നെ ചതയം ഗുരുദേവൻ്റെ ജന്മദിനമാണ്, പിന്നെ പൊരുരുട്ടാൽ, ഉത്രട്ടാതി, വള്ളംകളി, നമ്മുടെ വള്ളംകളി. ഇതെല്ലാം നമുക്ക് വളരെയധികം മനോഹരവും സന്തോഷവും ഉണ്ടാക്കുന്നൊരു കാലഘട്ടമാണ്. സ്കൂളുകളൊക്കെ അവധിയാണ്. ഓണം വെക്കേഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷവും സമാധാനമുള്ളൊരു ഓണക്കാലമാണ് ഓണം എന്ന് പറയുന്നത്. ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ 1201 ഓണം ചിങ്ങം തുടങ്ങി കർക്കിടകം വരെ തരക്കേടില്ലാത്തൊരു കാലഘട്ടങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഓണം വന്നു കഴിയുമ്പോൾ ഓണത്തിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? തിരുവോണം വന്നാൽ തിരുവോണത്തിന് സദ്യ കഴിക്കുകയാണോ പുടവെടുക്കുകയാണോ മാത്രമാണോ ചെയ്യേണ്ടത്? അല്ല. ഓണം വന്നു കഴിയുമ്പോൾ അത്തത്തെ നമ്മൾ കൂടുന്നു. ആ അത്തത്തിനോട് സമയത്താണ് വിനായക ചതുർത്ഥി വരുന്നത്. വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ആഘോഷമുള്ള സംഭവമാണ്. ഇന്ത്യ ഒട്ടൊക്കെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നതാണ് വിനായക ചതുർത്ഥി. വിനായക ചതുർത്ഥി ഈ ചിങ്ങമാസത്തിൽ തന്നെയാണ് വരുന്നത്. വിനായക ചതുർത്ഥിക്ക് അതായത് ഗണപതി ഭഗവാന്റെ പിറന്നാളാണ് അത്തവും ചതുർത്ഥിയും കൂടി വരുന്നത്. അപ്പോൾ അന്ന് കുട്ടികൾക്കൊക്കെ നമ്മൾ പിറന്നാളൊക്കെ വരുമ്പോൾ സന്തോഷമായി ഭക്ഷണം കഴിച്ചു, നല്ല വസ്ത്രങ്ങളൊക്കെ കഴിച്ചു, സന്തോഷം കൊണ്ട് ആഹ്ലാദിച്ച് തുള്ളിച്ചാടുന്നുണ്ട്. ഇതുപോലെ വിനായക ചതുർത്ഥി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗണപതി ഭഗവാന്റെ പിറന്നാളിന് അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ ഒരു പ്രത്യേക രൂപമാണ്. വലിയൊരു തലയും അതിന് ചേരാത്തൊരു ഉടലും അതിന് പറ്റാത്തൊരു വയറും ചെറിയ കാലുകളും അതിന് ചെറുതായ ഒരു മൂഷികനും, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്. മൂഷിക വാഹനമാണ്. ഇതൊക്കെയാണ് ഗണപതിയെ പറ്റി പറയുന്നത്. അപ്പോൾ ആ ഗണപതി ഭഗവാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ വയറൊക്കെ വെച്ച് ഡാൻസ് കളിച്ചപ്പോൾ വയറൊക്കെ കൊണ്ട് പ്രത്യേക തോന്നി. അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സുന്ദരനാണ്. ചന്ദ്രൻ ഭയങ്കര സുന്ദരനാണ്. ആ ചന്ദ്രന് ഇത് കണ്ടപ്പോൾ കളിയാക്കി ചിരിച്ചു. ഇത് കണ്ടപ്പോൾ ഗണപതി ഭഗവാൻ സങ്കടമായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ശപിച്ചു. നിന്നെ എൻ്റെ ദിവസം, ഈ വിനായക ചതുർത്ഥി ദിവസം നിന്നെ ആര് കാണുന്നോ അവർക്ക് അപവാദങ്ങളും ആരോപണങ്ങളും ബുദ്ധിമുട്ടുകളും 1 വർഷത്തേക്ക് ഉണ്ടാവട്ടെ എന്ന് ശപിച്ചു. അതുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് വിനായക ചതുർത്ഥിക്ക് ചന്ദ്രനെ കാണില്ല. പക്ഷെ നമ്മൾ ജോലിയൊക്കെ കഴിയുമ്പോൾ ചന്ദ്രൻ നമ്മുടെ കൂടെ കാണും. എങ്കിലും നമ്മൾ മുകളിലേക്ക് നോക്കി ചന്ദ്രനെ കാണാറില്ല. അപ്പോൾ ചന്ദ്രനെ കണ്ടാൽ ഇങ്ങനൊരു അപവാദം ഉണ്ടാവുമെന്നും ദുഷ്കീർത്തി ഉണ്ടാവുമെന്നൊരു ഭയം എല്ലാവരിലും ഉണ്ട്. അപ്പം നമ്മൾ ഈ ഗണപതി ഭഗവാനെ എങ്ങനെ തൃപ്തിപ്പെടുത്തും? ഗണങ്ങളുടെ നായകനാണ് ഗണപതി. ഈ ഗണപതി ഭഗവാനെ നമ്മൾ തൃപ്തിപ്പെടുത്താനായിട്ട് ഭഗവാനെ കറുകമാല ഭയങ്കര ഇഷ്ടമാണ്. കറുകമാല ചാർത്തുകയും ഉണ്ണിയപ്പം നീതിക്കും മോദകമാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ആ ഗണപതി ചതുർത്ഥി ദിവസങ്ങളിൽ വ്രതമൊക്കെ എടുത്ത് ഗണപതി ഭഗവാനെ തൃപ്തിപ്പെടുത്തുമ്പോൾ ആ ഗണപതി ഭഗവാൻ നമുക്കെല്ലാം വാരിക്കോരി തരുന്നതാണ് സങ്കല്പം. കാരണം എല്ലാത്തിൻ്റെയും ഗണപതി ഇല്ലാത്ത ഒരു പരിപാടിയില്ല നമുക്ക്. എന്ത് വിശേഷം വന്നാലും ഗണപതി ഭഗവാനെ നമ്മൾ നേരിച്ചിട്ടേ എടുക്കുകയുള്ളൂ. അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് വിനായക ചതുർത്ഥി. ആ വിനായക ചതുർത്ഥി വരുന്നതും ഈ ചിങ്ങമാസത്തിലാണ്.
ചിങ്ങമാസത്തിൽ പിന്നെ അടുത്ത് വരുന്ന പ്രാധാന്യമുള്ളതാണ് അഷ്ടമി രോഹിണി, കൃഷ്ണാഷ്ടമി രോഹിണി. അഷ്ടമി രോഹിണി എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ കംസൻ, അമ്മാവനായ കംസൻ എന്ന് പറയുമ്പോൾ അസുരനായിരുന്നു, ദുഷ്ടത്തരം ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിനെ വധിച്ച് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരം ചെയ്തത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മയാണ് ദേവകി, അച്ഛനാണ് വസുദേവരൻ. ഈ ദേവകി ദേവിയെ വിവാഹത്തിന് സഹോദരന് ഭയങ്കര സ്നേഹമായിരുന്നു. കംസന്റെ സഹോദരിയാണ് ദേവകി. വസുദേവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. വളരെ സന്തോഷത്തോടെ ആർഭാടത്തോടെ ഭയങ്കരമായ ഒരു കല്യാണമായിരുന്നു. വിവാഹം കഴിഞ്ഞ് തേരിലേക്കടെ കയറി ഭർത്തൃഗൃഹത്തിൽ പോണതിന് മുമ്പായിട്ട് ഒരു അശരീരി, അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. ആര്? കംസൻ. നിന്റെ ഘാതകൻ ഇവരുടെ 8ാമത്തെ പുത്രനാണെന്ന് പറയും. അത് കേട്ടോടുകൂടി കംസൻ വാളെടുത്തോങ്ങി സഹോദരിയെ കൊല്ലാൻ ചെന്നു. അപ്പോൾ വസുദേവർ പറഞ്ഞു, കൊല്ലരുത്, ഞങ്ങളുണ്ടാവുന്ന എല്ലാ കുട്ടികളെയും അങ്ങേക്ക് തന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാക്ക് പാലിച്ച് ഇവരെ കാരാഗ്രഹത്തിൽ അടച്ചു. കാരണം പുറത്തു പോയാൽ അവർ പോവുമല്ലോ. കാരാഗ്രഹത്തിൽ അടച്ച് ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും ഈ ഭടരായന്മാർ ചെന്ന് കംസനോട് പറയും കുട്ടി ജനിച്ചു എന്ന് പറയും. ആ കുഞ്ഞ് നിഷ്കരുണം കല്ലുമടിച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ 6 കുട്ടികൾ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ 7ാമത്തെ ഒരു പെൺകുട്ടിയാണ്. അപ്പം അങ്ങനെ 7 മക്കളും കഴിഞ്ഞിട്ട് 8ാമതൊരു കുട്ടിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. 8ാമത്തെ പുത്രനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ കംസൻ വളരെയധികം പാറാവേൽപ്പിക്കുകയും വളരെ ബന്ധനസ്ഥലാക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ ഈ ഭഗവാൻ ജനിച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ പാറാവുകാരൊക്കെ ഉറങ്ങിപ്പോയി. അങ്ങനെ അകാല നിദ്രയിലായപ്പോൾ ഈ ഭഗവാൻ ദേവിക്കും വസുദേവർക്കും ദർശനം നൽകി പറഞ്ഞു, ഞാൻ വിഷ്ണു അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാനാണ്, എന്നെ എത്രയും പെട്ടെന്ന് നന്ദഗോപരുടെ വീട്ടിൽ കൊണ്ടാക്കണം. നന്ദഗോപൻ അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നൊരു കൊട്ടയിലാക്കി ഈ ബന്ധനങ്ങളെല്ലാം മാറി, ചങ്ങലകളൊക്കെ പൊട്ടിമാറി. അത്രയ്ക്കും പവറുള്ള ആളാണ് ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ഭഗവാൻ എന്ത് ചെയ്തു? അത് ഒരു കൊട്ടയെ കിടത്തി തലയിൽ വെച്ച് വസുദേവർ കൊണ്ടുപോവാണ് നന്ദഗോപരെ. ഈ പുഴയിൽ നടക്കുക. ആ പുഴയെല്ലാം നദിയൊക്കെ മാറി, വഴി മാറി. അങ്ങനെ അത് കൊടുത്തു. അങ്ങനെ അവിടെ കിടത്തി. അങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദഗോപരത്തിലാണ് താമസിച്ചത്. നന്ദഗോപർക്കുണ്ടായ പെൺകുട്ടിയെ എന്ത് ചെയ്തു? ഇവിടേക്ക് കൊണ്ടുവന്നു. അത് ദേവകി പ്രസവിച്ച കുട്ടിയല്ല അത്. ആ കുട്ടി ഈ 8ാമത്തെ കുട്ടിയാണെന്ന് വിചാരിച്ച് കല്ലിലടിച്ച് കൊല്ലാൻ വേണ്ടി ആ കയ്യിൽ നിന്ന് വഴുതി പോയിട്ട് പറഞ്ഞു, നിന്റെ ഘാതകൻ ജനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ശ്രീകൃഷ്ണനെ കൊല്ലാനായിട്ട് ചാടായും ചകിടായും പൂതനയായും പല രൂപങ്ങളിലും വരികയാണ് കൊല്ലാനായിട്ട്. പക്ഷേ ഭഗവാനെ കൊല്ലാൻ ആർക്ക് സാധിച്ചില്ല. ഭഗവാനാണ്. അങ്ങനെ ലാസ്റ്റ് മധുരാപുരിയിൽ പോയി ശ്രീകൃഷ്ണ ഭഗവാൻ കംസനെ കൊന്നു. അങ്ങനെ ലോകത്തെ രക്ഷിച്ചു. ആ അത്രയും മഹത്വമുള്ള ഭഗവാന്റെ ജന്മദിനമാണ് ജന്മാഷ്ടമി. അതും ചിങ്ങമാസത്തിലാണ് വരുന്നത്. അപ്പം ചിങ്ങമാസം എല്ലാം കൊണ്ടും വളരെ സന്തോഷവും സമാധാനവും സ്നേഹവുമുള്ളൊരു മാസമാണ് നമുക്ക് കിട്ടുന്നത്. ഓണം, തിരുവോണം. മഹാബലി എന്ന് പറഞ്ഞൊരു മഹാനായ ചക്രവർത്തി വാണിരുന്നു. അദ്ദേഹത്തിന് സത്യവും ധർമ്മവും ദയൊക്കെയുള്ള ആളാണ്. കള്ളദ്രോഹം ചതിവൊന്നുമില്ല. അപ്പോൾ ഏതൊരു മനുഷ്യനും അഹങ്കാരം വരാൻ പാടില്ല പറയും. എന്തോ ഒരു ഞാനാണ് ഏറ്റവും വലിയ ദാനശീലൻ എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ എന്ത് ചെയ്തു? മഹാവിഷ്ണു വാമനനായിട്ട് അവതരിച്ച് മഹാബലി അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എനിക്ക് എന്താ? അപ്പോൾ ഭയങ്കര ദാനശീലമാണ്, എന്ത് വേണം തരാലോ, അങ്ങിരുത്താലും എന്ന് പറഞ്ഞു. അപ്പോൾ വടുവായിട്ടാണ്, ചെറിയ ബ്രാഹ്മണനായിട്ട് വന്നത്. എനിക്ക് 3 അടി മണ്ണ് മതി, വേറൊന്നും വേണ്ട. 3 അടി മണ്ണ് അത്രയേ ഉള്ളൂ. 1 അടി അവിടെ വച്ച് വെച്ചപ്പോഴേക്കും ആ ഭൂമി പോയി. 2ാമത്തെ അടി വെച്ചപ്പോൾ ഇതായി. 1ാമത്തെ അടി ഭൂമി, 2ാമത്തെ അടി ഇദ്ദേഹത്തിന് തലയിൽ, 3ാമത്തെ അടി പാതാളം. അവസാനം എന്തായി? ആ മഹാബലി പാതാളത്തിലേക്ക് പോയി. അങ്ങനെ ആ മഹാബലിക്ക് ഒരു വരം കൊടുത്തു. നല്ല മനുഷ്യനായതുകൊണ്ട് വർഷത്തിലൊരിക്കൽ നിന്റെ പ്രജകളെ കാണാൻ വന്നോളാൻ പറയും. അതാണ് മഹാബലി ഓണത്തിന് വരുന്നത്. ഇപ്പം നമ്മൾ പലയിടത്തും കാണാം, മഹാബലിയുടെ രൂപമൊക്കെ ധരിച്ച ആളുകളൊക്കെ വരുന്നൊക്കെ കാണാം. ആ ഒരു ഓർമ്മയ്ക്കാണ് നമ്മൾ ഓണത്തിനെ മഹാബലിയുടെ ഒരു വരവായിട്ട് കണക്കാക്കുന്നത്. അപ്പം അങ്ങനെ ആ ഓണം എന്ന് പറയുമ്പോൾ മഹാബലി, അതായത് സത്യവും ധർമ്മത്തെ ഓർക്കുന്നതിനുള്ള ഒരു ദിവസമാണ്, സമൃദ്ധിയുടെ ഒരു ദിവസമാണ്, സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്, ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്. മാത്രമല്ല എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്ന ദിവസമാണ് ചിങ്ങമാസത്തെ തിരുവോണം. ഈ തിരുവോണം നക്ഷത്രത്തിൻ്റെ ദിവസമാണ് നമ്മൾ കൃഷ്ണൻ എന്തൊക്കെ ചെയ്യണം, ഭഗവാൻ എന്തൊക്കെ ചെയ്യണം. തിരുവോണത്തിൻ്റെ ദിവസം ക്ഷേത്രത്തിലെ കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ ഗുരുവായൂരോ അമ്പലപ്പുഴയോ പത്മനാഭസ്വാമി എവിടെയായാലും ഭഗവാന് ഒരു സെറ്റുമുണ്ട് സമർപ്പിക്കുക. ഭഗവാൻ ഒരു സെറ്റുമുണ്ട് സമർപ്പിച്ചാൽ നമുക്ക് സമൃദ്ധിയാണ് ഉണ്ടാകുന്നത്. വസ്ത്രത്തിനോ ഭക്ഷണത്തിനോ ഒരു ക്ഷാമം ഉണ്ടാവില്ല. അപ്പോൾ
അപ്പോൾ ചിങ്ങമാസ തിരുവോണത്തിന് വസ്ത്രം സമർപ്പിക്കുകയും പാൽപ്പായസം കഴിപ്പിക്കുകയും നെയ്വിളക്ക് കത്തിക്കുകയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി ദർശനം നടത്തുകയൊക്കെ വളരെയധികം നല്ല കാര്യമാണ്. അപ്പോൾ ഇതാണ് ഓണത്തിൻ്റെ മഹത്വത്തെപ്പറ്റി നമുക്ക് പറയാനുള്ളത്. തിരുവോണം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും നമ്മൾ ആചരിക്കണം. തിരുവോണ സമയത്തിന് ഉണ്ണാവൃതം കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. തിരുവോണം എന്ന് പറയുന്നത് ആഹ്ലാദത്തിന് കൈകൊട്ടിക്കളിയും തിരുവാതിരകളി എല്ലാം കൊണ്ടും ഊഞ്ഞാലാട്ടം ഇങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷമായ ഒരു തിരുവോണം. എല്ലാവർക്കും നല്ലൊരു തിരുവോണം വരട്ടെ. തിരുവോണം സന്തോഷമായിരിക്കട്ടെ. എല്ലാവർക്കും പുതുവസ്ത്രങ്ങൾ ലഭിക്കട്ടെ. സന്തോഷവും സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.